PM ശ്രീ പദ്ധതി നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്ര സർക്കാരിന് ഉടൻ കത്ത് നൽകും. മന്ത്രിസഭാ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കും. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിതല സമിതിയെ നിയോഗിച്ച കാര്യം അറിയിക്കും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഈ ധാരണാപത്രം ഒപ്പുവെച്ചതാണ് നമുക്കറിയാം. വിഷയത്തിൽ ഇനിയിപ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണ്? ഇത് മരവിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലേ? അമൃത, തീർച്ചയായും CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ പദ്ധതി മരവിപ്പിക്കാൻ പോവുകയാണ്, മരവിപ്പിക്കുമെന്നുള്ള ഉറപ്പ് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ, അതിനു മുമ്പ് നടന്ന LDF യോഗത്തിലും ഒപ്പം തന്നെ CPIയുമായുള്ള ചർച്ചയിലുമൊക്കെ മുഖ്യമന്ത്രി ഒക്കെ ഉറപ്പ് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് മന്ത്രിസഭാ ഉപസമിതി 7-അംഗ ഉപസമിതിയെ നിയോഗിച്ചത്. അതിനുശേഷം ഇതിന് ആലോചന നടത്തി കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിൽ മരവിപ്പിക്കുകയാണെന്ന് കാണിച്ച് കത്ത് നൽകാനുള്ള തീരുമാനവും എടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ നൽകേണ്ട കത്തിന്റെ കരട് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരുന്നു. ചീഫ് സെക്രട്ടറിയാണ് കത്ത് തയ്യാറാക്കിയത്. മുഖ്യമന്ത്രി കൂടി കണ്ട ശേഷം ഉടൻ അത് കേന്ദ്രത്തിന് അയക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കത്തിൽ ആവശ്യപ്പെടുക ഈ പദ്ധതി മരവിപ്പിക്കുകയാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ ഒരു ഉപസമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകുന്നതുവരെ പദ്ധതി മരവിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനമായിരിക്കും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക. ഏത് തരത്തിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കും എന്നതും കണ്ടറിയേണ്ടതാണ്. നിലവിൽ ഇങ്ങനെ ഒരു കരാറിന്റെ MOUയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ MOUയിൽ നിന്ന് പിൻവാങ്ങാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരം. ഒപ്പം തന്നെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കോടതിയിൽ സമീപിക്കാം എന്നുള്ളതാണ് നിലവിൽ ആ ബൈലോയിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മരവിപ്പിക്കണമെന്ന ആവശ്യത്തിൽ എന്ത് നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ്. എന്തായാലും CPIയെ സമവായത്തിലെത്തിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് മന്ത്രിസഭാ ഉപസമിതി വെക്കാനും ഒപ്പം തന്നെ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ തന്നെ പദ്ധതിയുമായി തങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കാണിച്ചുള്ള കത്ത് നൽകാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ ഭാഗമായാണ് ഈ കരട് തയ്യാറാക്കുകയും ഇപ്പോൾ അത് മുഖ്യമന്ത്രി കണ്ട ശേഷം നിലവിൽ ഈ കേന്ദ്രത്തിന് നൽകാനായി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ആയിരിക്കും കത്ത് കൈമാറുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഒപ്പുവെച്ച കത്ത് അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നൽകുകയായിരിക്കും ചെയ്യുക. നിലവിൽ എന്തായാലും കത്ത് തയ്യാറായിരിക്കുന്നു. അത് മുഖ്യമന്ത്രി കണ്ട് അതിനുള്ള അനുവാദം നൽകിയിരിക്കുന്നു. ഇനി ആ കത്ത് കൈമാറുക എന്നുള്ള നടപടിയാണ്. അത് ഏത് സമയത്തും കൈമാറാം എന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കാര്യത്തിൽ സർക്കാർ CPIക്ക് നൽകിയ ഉറപ്പ്, ആ ഉറപ്പുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും മന്ത്രിസഭാ ഉപസമിതി യോഗം നിലവിൽ യോഗം ചേർന്നിട്ടില്ല. അത് മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നായിരിക്കും ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള പഠനമാണ് നടത്തേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക.